ഹൈയോൾ അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ 3rd ചാപ്റ്ററായ ലിറ്റിൽ തിങ്സ് മാറ്റർ എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇത് APJ അബ്ദുൽ കലാമിൻ്റെ ആ ഒരു മെമ്മോറിൽ നിന്ന് എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ്. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് APJ അബ്ദുൽ കലാം തൻ്റെ ജീവിതത്തിലെ ഒരു ഭാഗം പറയുകയാണ്, എക്സ്പ്ലെയിൻ ചെയ്ത് തരികയാണ് നമുക്ക്. അപ്പോൾ APJ അബ്ദുൽ കലാമിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ. APJ അബ്ദുൽ കലാം എന്ന് പറയുന്നത് ഇന്ത്യയുടെ പ്രസിഡൻ്റ് ആയിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യയുടെ മിസൈൽ സ്പേസ് പ്രോഗ്രാംസിൻ്റെയൊക്കെ ലീഡ് ചെയ്തിരുന്ന ഒരാളായിരുന്നു. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്ന APJ അബ്ദുൽ കലാമാണ്. അതുപോലെ ഇന്ത്യയിലെ ഹയസ്റ്റ് സിവിലിയൻ ബഹുമതിയായ ഭാരത് രത്നയൊക്കെ അദ്ദേഹം നേടിയിട്ടുണ്ടായിരുന്നു. 1931 ജനിച്ച് 2015 APJ അബ്ദുൽ കലാം മരിക്കുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്ക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ 2020, വിങ്സ് ഓഫ് ഫയർ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട വർക്കുകളെല്ലാം താഴെ ആ ഒരു എബൌട്ട് ദ ഓതറിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ച് വയ്ക്കുക. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് നോക്കാം. ലിറ്റിൽ തിങ്സ് മാറ്റർ. അപ്പോൾ ഈ ടൈറ്റിൽ തന്നെ ഉണ്ട് ലിറ്റിൽ തിങ്സ് മാറ്റർ. ചെറിയ കാര്യങ്ങളും ലിറ്റിൽ തിങ്സ് ചെറിയ കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റർ ചെയ്യപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. എവറി മോർണിംഗ് എ ലാർജ് പൈൽ ഓഫ് ന്യൂസ് പേപ്പർ ഇൻ ഇംഗ്ലീഷ് ആൻഡ് തമിഴ് is delivered to me. During my travel abroad, I stay in touch with news from India. I do this by going online to read news articles and editorials in magazines and newspapers. അപ്പോൾ നോക്കുമ്പോൾ APJ അബ്ദുൽ കലാം പറയുന്നുണ്ട് എന്താണ്, ഓരോ ദിവസവും ഒരുപാട് പത്രങ്ങൾ ഇദ്ദേഹത്തിലേക്ക് ഡെലിവർ ചെയ്യപ്പെടുന്നുണ്ട്. അതായത് ഇംഗ്ലീഷ്, തമിഴ് പത്രങ്ങളൊക്കെ ഒരുപാടെണ്ണം ഇദ്ദേഹത്തിലേക്ക് ഡെലിവർ ചെയ്യപ്പെടുന്നുണ്ട്. അതായത് പത്രങ്ങൾ ഡെലിവർ ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത്രത്തോളം വാർത്തകൾ അല്ലെങ്കിൽ വിവരങ്ങളൊക്കെ അറിയാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനി അഥവാ അദ്ദേഹം വിദേശത്ത് അങ്ങനെ പോവുകയാണെങ്കിലും, അബ്രോഡ് ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയുടെ വാർത്തകൾ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിക്കുന്ന വാർത്തകളൊക്കെ അറിയാനുള്ള ഒരു ഇൻട്രസ്റ്റ് അദ്ദേഹം കാണിക്കുന്നുണ്ട്. അതിനുവേണ്ടി അദ്ദേഹം പ്രധാനമായിട്ടും കണ്ടെത്തുന്ന വഴി എന്താണെന്ന് വെച്ചാൽ ഈ ഓൺലൈൻ ന്യൂസ് ആർട്ടിക്കിൾസൊക്കെ വായിക്കുക, അതുപോലെ മാഗസീൻ്റെയും പത്രങ്ങളിലുമൊക്കെ വരുന്ന ആ ഒരു എഡിറ്റോറിയൽസൊക്കെ വായിക്കുക. ഈ ഒരു വഴിയാണ് അദ്ദേഹം ഇന്ത്യയെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയാനായിട്ട്, വിദേശത്തായിരിക്കുമ്പോഴും അറിയാനായിട്ട് ശ്രമിക്കുന്നത് ഈ ഒരു വഴികൾ കൂടിയാണ്. അതായത് പത്രമാണ് അദ്ദേഹം വിവരങ്ങൾ അറിയാനായിട്ട് ഏറ്റവും കൂടുതൽ ഒരു യൂസ് ചെയ്യുന്ന ഒരു ടൂള്. പത്രത്തിലൂടെയാണ് അദ്ദേഹം വിവരങ്ങൾ അറിയുന്നത്. ഇനി അടുത്ത അദ്ദേഹത്തിൻ്റെ കഥ പറയുകയാണ്. ഐ വാസ് ബോൺ ഇൻ ദ ഇയർ 1931. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, APJ അബ്ദുൽ കലാം 1931 ജനിക്കുന്നത്. അപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, ഞാൻ എത്രയ്ക്കിലാണ് ജനിച്ചത്, 1931 ജനിച്ചത്. When I was about 8, World War II broke out. Daily life, however, remained fairly unaffected initially, particularly for us in the southern tip of the country. അപ്പോൾ അദ്ദേഹം പറയുകയാണ് എന്താണ്, ഞാൻ ജനിച്ചത് 1931. എനിക്ക് 8 വയസ്സുള്ളപ്പോൾ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുകയാണ്, അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണ്. 1939 രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നത്, 1939. അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഈ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയെങ്കിലും അദ്ദേഹത്തിൻ്റെ ഡെയിലി ലൈഫിനെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് താമസിക്കുന്ന ആ വില്ലേജിലെ രാമേശ്വരത്തെ ഡെയിലി ലൈഫിനെയൊന്നും അത് ബാധിച്ചിരുന്നില്ല ആദ്യഘട്ടങ്ങളിൽ, ഇനിഷ്യലി. അതിനുശേഷം അത് ബാധിക്കുന്നുണ്ട്, നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അത് നമുക്ക് താഴേക്ക് വരുമ്പോൾ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യഘട്ടത്തിലൊന്നും ഈ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയതൊന്നും അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരുന്നില്ല, പ്രത്യേകിച്ച് ഇന്ത്യയുടെ സൗത്തേൺ ഭാഗത്ത് അല്ലെങ്കിൽ സതേൺ ടിപ്സിലൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക്. ഇപ്പോൾ രാമേശ്വരം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് തമിഴ്നാട്ടിൽ ആ ഒരു കടലിനോട് ചേർന്നുള്ള ഒരു പ്രദേശമാണ്. അവരെയൊന്നും അധികം എന്ത് ചെയ്തില്ല, ആദ്യം ബാധിച്ചില്ല എന്നാണ് APJ അബ്ദുൽ കലാം പറയുന്നത്. The only source of information about the outside world was the newspaper. The agency that distributed newspaper was run by my cousin Samsuddin. Along with Jalaluddin, he was a big influence in my earlier life. ഇപ്പോൾ പറയുകയാണ് എന്താണ്, ഇദ്ദേഹത്തിൻ്റെ കസിനായ ഷംസുദ്ദീനാണ് അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു പത്രം ഏജൻസി നടത്തുന്നത്. അപ്പോൾ ഈ പത്രം ഏജൻസി ഷംസുദ്ദീൻ നടത്തുന്നു എന്ന് പറയാൻ, അവിടെ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അന്നത്തെ കാലത്ത് വിവരങ്ങൾ അറിയാനായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്തിരുന്ന ഒരു ടൂളെന്ന് പറയുന്നത് എന്താണ്, പത്രങ്ങളാണ്. പത്രങ്ങളിലൂടെയാണ് ആൾക്കാർ പുറത്തെ ലോകത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ അറിയുക, പുറത്തെ വിവരങ്ങൾ അറിയുക. ഇതൊക്കെ നടക്കുന്നത് പത്രങ്ങളിലൂടെയാണ്. അപ്പോൾ പത്രമായിരുന്നു അന്ന് ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് ആ ഒരു വിവരങ്ങൾ എത്തിക്കാനായിട്ട് സഹായിച്ചിരുന്ന ഒരു ടൂള്. പറയുന്നുണ്ട് ഷംസുദ്ദീൻ ജലാലുദ്ദീനോടൊപ്പം തന്നെ, ജലാലുദ്ദീൻ എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഫാദറാണ്, ജലാലുദ്ദീനോടൊപ്പം തന്നെ ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ, ചെറുപ്പകാലത്ത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയ മറ്റൊരാളെന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കസിനായിരുന്ന ഷംസുദ്ദീനാണ്. ആ ഷംസുദ്ദീനാണ് രാമേശ്വരത്തെ പത്രം ഏജൻസി നടത്തുന്നത്. ഷംസുദ്ദീൻ had great affection for me and encouraged me in so many ways that he became a guiding light for me. അപ്പോൾ പറയുന്നുണ്ട് എന്താണ്, ഷംസുദ്ദീന് നമ്മുടെ APJ അബ്ദുൽ കലാമിനോട് വളരെ വലിയൊരു അഫെക്ഷൻ ഉണ്ടായിരുന്നു, ഒരു സ്നേഹമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് APJ അബ്ദുൽ കലാമിനെ ഒരുപാട് കാര്യങ്ങളിൽ പ്രചോദിപ്പിച്ചതൊക്കെ ഷംസുദ്ദീനാണ്. അതുകൊണ്ട് തന്നെ ഷംസുദ്ദീനെ അദ്ദേഹം APJ അബ്ദുൽ കലാം
തൻ്റെ ജീവിതത്തിലെ ഒരു ഗൈഡിങ് ലൈറ്റ് അല്ലെങ്കിൽ തന്നെ മുന്നോട്ട് നയിച്ച ഒരു വെളിച്ചമായിട്ടാണ് ആര് കാണുന്നത്, APJ അബ്ദുൽ കലാം കാണുന്നത്. Samsudeen's newspaper agency was the only one in Rameshwaram. There were about 1,000 literate people in the town and he delivered newspaper to all of them. The papers carried news about the independence movement that was heading towards the crescendo at the time. These news items would be read and discussed among everyone. There would also be news from war front about Hitler and the Nazi army. The Tamil paper Dinamani was the most popular of all. അപ്പോൾ ഷംസുദ്ദീൻ്റെ ഏജൻസി ആയിരുന്നു ആ ഒരു രാമേശ്വരത്തെ ഒരേ ഒരു പത്രം ഏജൻസി. അദ്ദേഹമാണ് ആ ഏജൻസി നടത്തുന്ന ശംസുദ്ദീനാണ് ആ രാമേശ്വരത്തെ ഒരു 1000-ഓളം വരുന്ന വായിക്കാൻ അറിയാവുന്ന ആൾക്കാരിലേക്ക് ഈ പത്രം എത്തിച്ചുകൊണ്ടിരുന്നത്, ഡെലിവറി ചെയ്ത് കൊണ്ടിരുന്നത്. അപ്പോൾ അന്നത്തെ കാലത്തെ പത്രങ്ങൾ എടുത്ത് നോക്കിയാൽ ഞാൻ പറഞ്ഞല്ലോ 1939 രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങുന്നത്, 45 വരെ നീണ്ടു നിന്നു. അപ്പോൾ 39 മുതൽ 45 എന്ന് പറയുമ്പോൾ എന്താണ്, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ ആ ഒരു ഉച്ചസ്ഥായിയിൽ നിൽക്കുന്ന, മൂർച്ഛിച്ച് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അന്നത്തെ പത്രങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ആ ഒരു ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റിൻ്റെ വാർത്തകളായിരുന്നു. സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ വാർത്തകളായിരുന്നു കൂടുതലായിട്ടും വന്നുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല, അന്ന് സ്വാതന്ത്ര്യ പോരാട്ടം ഒരു ക്രസൻഡോയിൽ നിൽക്കുകയാണ്, ഒരു പീക്കിൽ നിൽക്കുകയാണ്. ഒരുപാട് പോരാട്ടങ്ങൾ നയിച്ച്, ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിച്ച് ആ ഒരു പീക്കിൽ നിൽക്കുന്ന സമയമായിരുന്നു ഈ ഒരു സമയമെന്ന് പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് എന്താണ്, ഈ പ്രധാനമായിട്ടും ഈ പത്രങ്ങളിൽ വരുന്ന ഇതുപോലുള്ള വാർത്തകളും അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ വാർത്തകളും, അഡോൾഫ് ഹിറ്റ്ലറിനെ പറ്റിയും നാസി ജർമ്മനിയെ പറ്റിയും നാസി പട്ടാളത്തെ പറ്റിയും നാസി ആർമിയെ പറ്റിയും ഒക്കെയുള്ള വാർത്തകളായിരുന്നു പ്രധാനമായിട്ടും അന്നത്തെ ന്യൂസ് പേപ്പറുകളിലൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇനി അന്നത്തെ കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമെന്ന് പറയുന്നത് ദിനമണിയായിരുന്നു. ഒരു തമിഴ് പത്രമാണ്. തമിഴ്നാട്ടിലാണല്ലോ ഈ തമിഴ്നാട്ടിലെ രാമേശ്വരത്താണല്ലോ നമ്മുടെ APJ അബ്ദുൽ കലാം ജീവിച്ചത്. അപ്പോൾ ആ ഒരു തമിഴ് ഭാഷയിൽ തുടങ്ങുന്ന ദിനമണിയായിരുന്നു അന്ന് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പത്രമെന്ന് പറയുന്നത്. The way the papers reached Rameshwaram was quite unique. They came by morning train and were kept at Rameshwaram station. From there, they had to be collected and sent to all the subscribers. അപ്പോൾ രാമേശ്വരത്തേക്ക് പത്രം എത്തുന്ന ഒരു വ്യത്യസ്തമായ വഴിയിലൂടെയാണ്. അതായത് ട്രെയിനിൽ വഴി വന്ന് രാമേശ്വരം സ്റ്റേഷനിൽ ഈ പത്രം ഇറക്കി വയ്ക്കും. അവിടെ നിന്ന് നമ്മുടെ ഏജൻസ് വന്നത് കളക്ട് ചെയ്ത് സബ്സ്ക്രൈബേഴ്സിലേക്ക്, വരിക്കാരിലേക്ക് അല്ലെങ്കിൽ പത്രം വാങ്ങുന്ന ആൾക്കാരിലേക്ക് ഇതെത്തിക്കും. ഇതാണ് ആ പ്രോസസ്സ്. ദിസ് വാസ് ശംസുദ്ദീൻസ് ബിസിനസ് ആൻഡ് ഹി മാനേജ്ഡ് ഇറ്റ് എഫേർട്ട്ലെസ്ലി. അപ്പോൾ ഇതായിരുന്നു ശംസുദ്ദീൻ്റെ പരിപാടി. പത്രം ഏജൻസി നടത്തുകയാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ പരിപാടി. അതായത് പത്രത്തിൻ്റെ ആ ഒരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വെക്കുന്ന പത്രം കളക്ട് ചെയ്യുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. ഇത്രയേ ഉള്ളൂ ശംസുദ്ദീൻ്റെ പരിപാടി. കളക്ട് ചെയ്യുക, ജനങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ ഇത് അദ്ദേഹം എഫേർട്ട്ലെസ്ലി, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ശംസുദ്ദീൻ മാനേജ് ചെയ്ത് പോകുമായിരുന്നു. ഹൗവർ ആസ് വേൾഡ് വാർ II raged, ഇറ്റ് അഫക്റ്റഡ് ദ ന്യൂസ് പേപ്പർ ഡെലിവറി ബിസിനസ് ഇൻ എ സ്ട്രേഞ്ച് വേ. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞില്ല, ആദ്യം ഒന്നും അഫക്റ്റ് ചെയ്തിരുന്നില്ല. പക്ഷേ രണ്ടാം ലോക മഹായുദ്ധം മൂർച്ഛിച്ച് വരുന്നതോടുകൂടി ഈ പത്ര ഡെലിവറിയും ഒരു വ്യത്യസ്തമായ വഴിയിലേക്ക് തിരിയുകയാണ്. നമ്മൾ അതുവരെ രാമേശ്വരത്ത് കണ്ട ട്രെയിൻ ഇറക്കി വയ്ക്കുക, അത് എടുത്തുകൊണ്ട് പോയി കളക്ട് ചെയ്ത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പരിപാടി മാറി ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് പിന്നെ പത്ര ഡെലിവറി മാറുകയാണ്. The British government had placed a number of sanctions and rations on goods. അപ്പോൾ അതിന് കാരണമായിട്ട് വരുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് എന്ത് ചെയ്യാണ്, ഒരുപാട് സാങ്ഷൻസ് എന്ന് പറയുന്നത് നിയമപരമായിട്ടുള്ള നിബന്ധനകളാണ്. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ ആ ഒരുപാട് നിബന്ധനകൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവരികയാണ്. കാരണം പറഞ്ഞല്ലോ, നമ്മൾ സ്വാതന്ത്ര്യത്തിന് മുമ്പാണ്. അപ്പോൾ ഇന്ത്യ ഡയറക്റ്റായിട്ട് രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം പോലും ഇല്ല, ഇന്ത്യ ബ്രിട്ടൻ്റെ കീഴിലാണല്ലോ. അപ്പോൾ ബ്രിട്ടൻ പക്ഷേ ഡയറക്റ്റായിട്ട് പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അലയൊലികൾ ഇവിടെയും ഉണ്ടാകുന്നുണ്ട്. ഇവിടെ നിന്ന് ഒരുപാട് പട്ടാളക്കാരെ കൊണ്ടുവന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് നിബന്ധനകളും അതുപോലെ തന്നെ ആഹാര സാധനങ്ങളാകട്ടെ മറ്റ് സാധനങ്ങളാകട്ടെ അതിനകത്തൊക്കെ റേഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയാണ്. റേഷൻ എന്ന് പറയുന്ന സംവിധാനം എന്തെന്ന് വെച്ചാൽ ഒരാളിന് വാങ്ങിക്കാൻ പറ്റുന്നതിൻ്റെ ഒരു ലിമിറ്റ് കൊണ്ടുവരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ എനിക്ക് ഇത്ര ഒരു എമൗണ്ട് ഓഫ് സാധനങ്ങൾ മാത്രമേ വാങ്ങിക്കാൻ പറ്റൂ എന്ന് പറയുമ്പോൾ ആ സാധനത്തിനുള്ള ഡിമാൻഡ് കൂടുകയും അതിൻ്റെ പ്രൈസ് കൂടുകയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുകയും ചെയ്യും. അത് ഒരു വേറൊരു വഴിക്ക്. അപ്പോൾ ഈ ഒരു സാങ്ഷൻസും റേഷൻസും ഒക്കെ കൊണ്ടുവരുന്ന വഴിയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ചേഞ്ചിന് കാരണമാകുന്നത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ APJ അബ്ദുൽ കലാം തന്നെ പറയുന്നുണ്ട്, സംതിങ് ലൈക്ക് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി നൗ പ്രിവെയിൽഡ് ഇൻ ദ കൺട്രി. അപ്പോൾ നമ്മുടെ രാജ്യത്ത് പിന്നീട് 1975 കണ്ട പോലെ ഒരു സ്റ്റേറ്റ് ഓഫ് എമർജൻസി പോലെയാണ് അദ്ദേഹം പിന്നീട് അത് ഓർമ്മിച്ചെടുക്കുന്നത്. നമ്മൾ 1975 രാജ്യത്ത് ഉണ്ടായ ആ ഒരു സ്റ്റേറ്റ് ഓഫ് എമർജൻസി പോലെയാണ് ആയിരുന്നു 1939 അവസ്ഥ എന്നാണ് APJ അബ്ദുൽ കലാം പറയുന്നത്. സംതിങ് ലൈക്ക് എ സ്റ്റേറ്റ് ഓഫ് എമർജൻസി നൗ പ്രിവെയിൽഡ് ഇൻ ദ കൺട്രി. ഒരു
ഒരു അടിയന്തരാവസ്ഥയുടെ പ്രതീതിയായിരുന്നു 1939 ആ ഒരു സാങ്ഷൻസും റേഷൻ റെഗുലേഷൻസും ഒക്കെ കൊണ്ടുവന്നപ്പോൾ ഉണ്ടായിരുന്നത്. അവർ ലാർജ് ഫാമിലി ഫെൽറ്റ് ദ ഡിഫിക്കൽട്ടീസ് അക്യൂട്ട്ലി. പ്രത്യേകിച്ച് നമ്മുടെ APJ അബ്ദുൽ കലാമിൻ്റെ എന്ന് പറയുന്നത് ഒരു വലിയ ഫാമിലി ആയിരുന്നു. 1, 2, 3 പേര് മെമ്പേഴ്സൊന്നുമല്ല, ഒരുപാട് മെമ്പേഴ്സ് ഉണ്ടായിരുന്ന ഒരു വലിയ ഫാമിലി ആയിരുന്നു. അപ്പോൾ അതിന് ആ വലിയ ഫാമിലി ആകുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ അവർ അനുഭവിക്കാൻ തുടങ്ങി. ഫുഡ്, ക്ലോത്ത്സ്, ദ നീഡ്സ് ഓഫ് ദ ബേബീസ് ഓഫ് ദ ഹൗസ് ഹോൾഡ് ഓൾ ബിക്കെയിം ഡിഫിക്കൽട്ട് ടു പ്രൊക്യൂർ. ആഹാരമാവട്ടെ, വസ്ത്രങ്ങളാകട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ കുഞ്ഞു കുട്ടികളുടെ ആ ഒരു ആവശ്യങ്ങളാകട്ടെ, അതെല്ലാം നടത്തിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ വളരെ വലിയ ഡിഫിക്കൽട്ടീസാണ് ഉണ്ടായിരുന്നത്. As the difficulties of the war continued to affect us, Shamsuddin came up with a proposal that excited and delighted me. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, ഈ രണ്ടാം ലോകമഹായുദ്ധം കൊണ്ടുവന്ന ഈ പ്രശ്നങ്ങൾ, ഇതുപോലുള്ള സാങ്ഷൻസും റെഗുലേഷൻസും ഒക്കെ ഇങ്ങനെ കൂടി വരുന്ന സമയത്താണ് നമ്മുടെ പത്രമേജൻ്റായ ശംസുദ്ദീൻ ഒരു ഐഡിയയുമായിട്ട്, അല്ലെങ്കിൽ ഒരു ഐഡിയ അല്ല, ഒരു പ്രൊപ്പോസലുമായിട്ട് മുന്നേക്ക് വരുന്നത്. അപ്പോൾ ഈ പ്രൊപ്പോസൽ കേട്ടതും നമ്മുടെ APJ അബ്ദുൽ കലാം ഒരുപാട് എക്സൈറ്റഡ് ആവുകയും ഡിലൈറ്റഡ് ആവുകയും ചെയ്തു. അദ്ദേഹത്തിന് വളരെ വലിയൊരു ആകാംക്ഷയും സന്തോഷവും ഒക്കെ തോന്നി തുടങ്ങി. ശംസുദ്ദീൻ ഈ പറയുന്ന മുന്നോട്ട് വയ്ക്കുന്ന ഓഫർ കേട്ടപ്പോൾ APJ അബ്ദുൽ കലാമിന് വളരെ വലിയൊരു സന്തോഷമാണ് ഉണ്ടായത്. One fallout of the condition was that the rail stop at Rameshwaram station had been done away with. What would happen to our papers then? How were they to be collected and distributed to all the people of the town? ശംസുദ്ദീൻ ഫൗണ്ട് എ വേ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് റെസ്ട്രിക്ഷൻസും റെഗുലേഷൻസും സാങ്ഷൻസും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ആ സാങ്ഷൻസിൽ ഒരെണ്ണമായിരുന്നു രാമേശ്വരം സ്റ്റേഷനിലുണ്ടായിരുന്ന ആ ഒരു റെയിൽ സ്റ്റോപ്പ് എടുത്ത് കളയുക എന്നുള്ളത്. അതായത് രാമേശ്വരം സ്റ്റേഷനിൽ ഇനി മുതൽ ഈ സാങ്ഷൻസ് മാറ്റുന്നത് വരെ എന്ത് ചെയ്യത്തില്ല, ട്രെയിനിന് സ്റ്റോപ്പില്ല, അതായത് അവിടെ ട്രെയിൻ നിർത്തത്തില്ല. ഇപ്പോൾ പ്രശ്നം മനസ്സിലായില്ലേ, നമ്മുടെ രാമേശ്വരം സ്റ്റേഷനിലായിരുന്നു മുമ്പ് ആ ഒരു പത്രക്കെട്ടുകളൊക്കെ ഇറക്കി വെച്ചിട്ട് അവിടെ നിന്നാണ് നമ്മുടെ ശംസുദ്ദീൻ കളക്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ രാമേശ്വരം സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തത്തില്ല. അതുകൊണ്ട് സ്റ്റേഷനിൽ ട്രെയിൻ നിർത്താത്തവരങ്ങനെ എടുത്ത് ആ ഒരു സ്റ്റേഷനിലേക്ക് വയ്ക്കും, ആ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് വയ്ക്കും. അപ്പോൾ അത് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പത്രം എന്ത് ചെയ്യണം, ആളുകളിലേക്ക് എത്തിക്കുകയും വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശംസുദ്ദീൻ എന്ത് ചെയ്തു, ഒരു വഴി കണ്ടെത്തി. The papers would be kept ready in large bundles. As the train chugged down the Rameshwaram-Dhanushkodi track, they would be flung out onto the platform. And that is where I came in. Shamsuddin offered me the enjoyable job of collecting these bundles of papers thrown from the moving train, and then taking them around town for distribution. അപ്പോൾ അവർ കണ്ടെത്തിയ വഴി എന്താണെന്ന് വെച്ചാൽ, ഒരു പത്രം വലിയ കെട്ടുകളാക്കി വയ്ക്കും. എന്നിട്ട് രാമേശ്വരം ധനുഷ്കോടി ട്രാക്കിലെത്തുമ്പോൾ ഈ ട്രെയിൻ പണ്ട് നിർത്തിക്കൊണ്ടിരുന്ന ആ സ്ഥലങ്ങളൊക്കെ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഈ പത്രക്കെട്ടുകൾ വലിച്ചെറിയും. ആ ഒരു സ്റ്റേഷനിലേക്ക് അങ്ങ് വലിച്ചെറിയും, ആ പ്ലാറ്റ്ഫോമിലേക്ക് വലിച്ചെറിയും. അപ്പോൾ അവിടെയാണ് നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ ആ ഒരു ജോലി വരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഓഫർ, ആ ശംസുദ്ദീൻ മുന്നോട്ട് വെച്ച ഓഫർ എന്താണെന്ന് വെച്ചാൽ, ഈ എടുത്തെറിയുന്ന പത്രക്കെട്ടുകളൊക്കെ APJ അബ്ദുൽ കലാം കളക്ട് ചെയ്യണം, എന്നിട്ട് ടൗണിലേക്ക് പോയി ഈ പത്രങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. ഇതാണ് ജോലി. My enthusiasm knew no bounds. I was only 8, but I was going to contribute in a meaningful way to the household income. അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ APJ അബ്ദുൽ കലാമിന് വലിയൊരു എന്തൂസിയാസം, വലിയൊരു ഉത്സാഹവും സന്തോഷമൊക്കെയാണ് തോന്നിയത്. കാരണം APJ അബ്ദുൽ കലാമിന് ഇപ്പോൾ 8 വയസ്സേ ഉള്ളൂ. പക്ഷേ ഇപ്പോഴും അദ്ദേഹം എന്ത് ചെയ്യാൻ പോവുകയാണ്, തൻ്റെ വീട്ടിലെ അല്ലെങ്കിൽ വീട്ടുകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മീനിങ് വേയിൽ അദ്ദേഹം കോൺട്രിബ്യൂട്ട് ചെയ്യുകയാണ്. അല്ലെങ്കിൽ അദ്ദേഹം കുറച്ച് കാശ് സമ്പാദിച്ച് വീട്ടിലെ ചിലവ് നോക്കാനായിട്ട് കൊടുക്കാൻ സാധിക്കും എന്ന് കേട്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് APJ അബ്ദുൽ കലാമിന് ഉണ്ടായത്. For many days I had noticed the amount of food on my mother and grandmother's plate becoming lesser and lesser as they divided the portions between all of us. അപ്പോൾ പല ദിവസങ്ങൾ APJ അബ്ദുൽ കലാം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതായത് അമ്മയുടെയും അമ്മൂമ്മയുടെയും ഒക്കെ പാത്രങ്ങളിൽ അവർ കഴിക്കുന്ന ഫുഡിൻ്റെ അളവ് വളരെ കുറവാണ്. അതായത് മറ്റുള്ളവരെ ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മദറും ഗ്രാൻഡ് മദറും ഒക്കെ കുറച്ച് ഫുഡ് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇത് പല ദിവസവും APJ അബ്ദുൽ കലാം നോട്ടീസ് ചെയ്തിട്ടുണ്ട്. The children were always fed first, and I don't remember any of us ever going hungry. അപ്പോൾ കുട്ടികൾക്കെല്ലാം ആദ്യം എന്ത് ചെയ്യും, ആഹാരം കൊടുക്കും. അപ്പോൾ APJ അബ്ദുൽ കലാമിന് പോലും ഓർമ്മയില്ല എന്താണ് അവരേതെങ്കിലും ഒരു ദിവസം പട്ടിണിയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയത്. ആർക്കും ഓർമ്മയില്ല, APJ അബ്ദുൽ കലാമിന് ഓർമ്മയില്ല. അതായത് അവരെ മിക്ക ദിവസങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ദിവസങ്ങളിലും തന്നെ ആഹാരം അവർക്ക് കൊടുക്കുമായിരുന്നു. അത് ആദ്യമേ കുട്ടികൾക്ക് കൊടുക്കും, ബാക്കി ഉണ്ടായിരുന്നതാണ് കഴിച്ചുകൊണ്ടിരുന്നത് ബാക്കിയുള്ളവർ. Obviously the women were compromising on their nutrition for us. I readily accepted Shamsuddin offer. അപ്പോൾ അതിൽ പ്രധാനമായിട്ടും ഇവർക്ക് എങ്ങനെയാണ് ആഹാരത്തിന് കുറവ് വരാതിരുന്നതെന്ന് വെച്ചാൽ, അതായത് APJ അബ്ദുൽ കലാമും അവരുടെ ആ വീട്ടിൽ ഉണ്ടായിരുന്ന കുട്ടികൾക്കും കുറവ് വരാതിരുന്നതെന്ന് വെച്ചാൽ, അവർക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്തുകൊണ്ടിരുന്നത് വീട്ടിലെ വിമൻസ് ആയിരുന്നു, സ്ത്രീകളായിരുന്നു. അതായത് അവർ കുറച്ച് ഫുഡ് മാത്രമേ എടുക്കത്തുള്ളൂ.
അതൊക്കെ കൊണ്ട് തന്നെ എ പി ജെ അബ്ദുൽ കലാം എന്ത് ചെയ്തു, റെഡിലി ആ സംസുദ്ദീൻ്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഞാൻ അത് ചെയ്യാം എന്ന് അക്സെപ്റ്റ് ചെയ്തു. However, my new job had to be fitted into my regular routine. My studies and school had to continue as before. പക്ഷേ അവിടെ ഒരു ടാസ്ക് ഉണ്ട്. ആ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ പുതിയ ജോലി, അതായത് പത്രം കളക്ട് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്ന പുതിയ ജോലി അദ്ദേഹത്തിൻ്റെ റൊട്ടീനുമായിട്ട് കറക്റ്റായിട്ട് പോകണം. അതായത് ഇദ്ദേഹം സ്കൂളിൽ പോകാനോ അദ്ദേഹത്തിൻ്റെ പഠിത്തമായിട്ടൊക്കെ കറക്റ്റായിട്ട് പോയാൽ മാത്രമേ ഈ ഒരു പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കത്തുള്ളൂ. അദ്ദേഹത്തിൻ്റെ പഠിത്തവും സ്കൂളും ഒക്കെ മുന്നോട്ട് അദ്ദേഹത്തിന് കൊണ്ടുപോവുകയും വേണം. അപ്പോൾ അതിനനുസരിച്ചാണ് ആ ഒരു റൊട്ടീൻ ഫിറ്റ് ചെയ്യേണ്ടത്. The delivery business had to be accommodated amidst all these other activities. Among my siblings and cousins, I had shown an early aptitude for mathematics. My father had arranged for me to take tuitions from our mathematics teacher. However, my teacher had a condition that we students need to reach his home at dawn after having taken a bath. So for a year, which was the duration of the tuition, I started my day while it was still dark outside, with my mother shaking me awake. അപ്പോൾ പറയുന്നുണ്ട് എന്താണ്, അതിനോടൊപ്പം ഒരു കാര്യം കൂടി ഉണ്ട്. ഇദ്ദേഹത്തിൻ്റെ മറ്റ് സഹോദരങ്ങളിലും കസിൻസിലും വ്യത്യാസമായിട്ട് ഇദ്ദേഹം മാത്രമാണ്, എ പി ജെ അബ്ദുൽ കലാം മാത്രമാണ് ചെറുപ്പത്തിലേ ഒരു മാത്സിനോടൊരു കമ്പം കാണിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ മാത്സിൽ ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു സ്കില്ല് കാണിച്ചത്, അത്രയും ചെറുപ്പത്തിലേ കാണിച്ചത് എ പി ജെ അബ്ദുൽ കലാം മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ എ പി ജെ അബ്ദുൽ കലാമിന് വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ ഫാദർ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഒരു മാത്സിന് വേണ്ടിയിട്ട് ഒരു ട്യൂഷൻ അറേഞ്ച് ചെയ്യുന്നുണ്ട്. മാത്സിന് വേണ്ടി ട്യൂഷൻ അറേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മാത്തമാറ്റിക്സ് ടീച്ചർ തന്നെ അദ്ദേഹത്തിന് ട്യൂഷൻ എടുത്ത് കൊടുക്കും. പക്ഷേ ടീച്ചറിൻ്റെ ഒരു കണ്ടീഷനുണ്ട്. അവിടെ ട്യൂഷൻ പഠിക്കാനായിട്ട് വരുന്ന എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, രാവിലെ തന്നെ കുളിച്ച് വേണം പഠിക്കാനായിട്ട്, രാവിലെ തന്നെ എത്താനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വർഷത്തേക്ക്, അതായത് ട്യൂഷൻ്റെ കാലയളവ് മുഴുവൻ എ പി ജെ അബ്ദുൽ കലാം എന്ത് ചെയ്യുമായിരുന്നു, മറ്റുള്ളവർ ഉറങ്ങുമ്പോൾ അല്ലെങ്കിൽ രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ പുറത്ത് ഇരുട്ടായിരിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് ആ ഒരു ഡെയിലി ലൈഫ് തുടങ്ങുമായിരുന്നു. അദ്ദേഹത്തിനെ എന്നും വിളിച്ചുണർത്തിയിരുന്നത് ആരായിരുന്നു, അദ്ദേഹത്തിൻ്റെ മദറായിരുന്നു. ഷീ ഹേഴ്സെൽഫ് would have risen before me and got my bath ready. She would then help me bath and send me on my way to my teacher's home. There I would study for an hour and return by 5 AM. അപ്പോൾ അമ്മ തന്നെ രാവിലെ വിളിച്ചുണർത്തി, അതായത് എ പി ജെ അബ്ദുൽ കലാം ഉണരുന്നതിന് മുമ്പ് തന്നെ അമ്മ ഉണരും. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിന് ആ ഒരു ബാത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എ പി ജെ അബ്ദുൽ കലാമിനെ ബാത്തിന് വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്ത് അതിനുശേഷം ടീച്ചറിൻ്റെ വീട്ടിലേക്ക് എന്ത് ചെയ്യും, ആ ഒരു പറഞ്ഞു വിടും. എന്നിട്ട് ഈ പഠിത്തമൊക്കെ, ടീച്ചറിൻ്റെ വീട്ടിലെ പഠിത്തമൊക്കെ 1 മണിക്കൂർ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് 5 മണിയാകുമ്പോൾ തന്നെ എ പി ജെ അബ്ദുൽ കലാം തിരിച്ചു വരും. ബൈ ദെൻ മൈ ഫാദർ വുഡ് ബി റെഡി ടു ടേക്ക് മീ ടു ദ അറബിക് സ്കൂൾ നിയർ ബൈ. ആ തിരിച്ചു വരുമ്പോഴത്തേക്കും ഫാദർ എല്ലാം റെഡിയായിട്ട് നിൽക്കും. എന്തിനാണ്, എ പി ജെ അബ്ദുൽ കലാമിനെ അടുത്തുള്ള അറബിക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ട്. ആഫ്റ്റർ മൈ ലെസൺ വാസ് ഓവർ, I would sprint to the railway station. Soon the engine smoke would be visible in the distance. The horn would be tooted loudly, and with a thunderous roar, the train would pass through the station. അപ്പോൾ അതും കഴിയുമ്പോൾ, ആ ഒരു അറബിക് ക്ലാസ്സും കഴിയുമ്പോൾ അദ്ദേഹം എ പി ജെ അബ്ദുൽ കലാം എന്ത് ചെയ്യും, നേരെ ഓടും എങ്ങോട്ട്, റെയിൽവേ സ്റ്റേഷനിലേക്ക്. റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ആ ദൂരെ നിന്നേ ആ ട്രെയിനിൻ്റെ ആ ഒരു എൻജിൻ സ്മോക്ക്, ആ ഒരു പുകയൊക്കെ വന്ന് വലിയൊരു സൗണ്ടോടുകൂടി ആ ഹോണൊക്കെ അടിച്ച് വരുന്ന ആ ഒരു ട്രെയിനിൻ്റെ അത്രയും വലിയൊരു സൗണ്ടോട് കൂടി വരുന്ന ട്രെയിനിനെയൊക്കെ അദ്ദേഹത്തിന് കാണാൻ പറ്റും. ഐ ഹാഡ് walked out the best spot from which to keep an eye out for the flying newspaper bundles. Like clockwork, they would be tossed up onto the platform. The train would then huff and puff away. Samsuddin's person in the train would wave at me and my job would begin. അപ്പോൾ ഇദ്ദേഹം ഒരു കൃത്യം ഒരു പ്ലേസ് കണ്ടുവച്ചിട്ടുണ്ട്. അതായത് എവിടെ നിന്നാൽ ഈ കൃത്യമായിട്ട് ഈ ട്രെയിൻ വരുന്നു, എങ്ങോട്ട് ഇടുന്നു എന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് എ പി ജെ അബ്ദുൽ കലാം ഒരു ബെസ്റ്റ് പൊസിഷൻ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ ട്രെയിൻ വരും, ട്രെയിനിന് ആൾക്കാർ ഇങ്ങനെ ടോസ് ചെയ്ത് പുറത്തേക്ക് ഇങ്ങനെ ആ പത്രക്കെട്ടുകൾ വലിച്ചെറിയും. എന്നിട്ട് ആ ഷംസുദ്ദീൻ്റെ ആൾക്കാർ, ആ ട്രെയിനിനകത്തിരിക്കുന്ന ആൾക്കാരെ നോക്കി എന്ത് ചെയ്യും, ട്രെയിനിനകത്തിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, പുറത്തേക്ക് നോക്കി ആ ഒരു കൈ വേവ് ചെയ്ത് കാണിക്കും. അപ്പോഴേ തുടങ്ങും ആരുടെ ജോലി, നമ്മുടെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ജോലി. I then picked up the bundles, divided them up into batches according to the neighborhood in which the papers had to be distributed, and off I went. For about an hour, I tore around Rameshwaram, delivering the papers to everyone. Soon I began to identify people by the papers they read. Many would be waiting for me, and there would always be a friendly word or two. പറയുന്നുണ്ടതാണ്. അതിനുശേഷം എ പി ജെ അബ്ദുൽ കലാം അവിടെ ചെന്നിട്ട്
വലിയ പത്രക്കെട്ടുകളായിട്ടല്ലേ വിധിക്കുന്നത്. അത് എന്ത് ചെയ്യും, തരംതിരിക്കും. ആ ഓരോ സ്ഥലത്തേക്ക് പോകുന്നതിനനുസരിച്ച് എത്ര പത്രങ്ങൾ വേണമെന്നൊക്കെ നോക്കി അത് തരംതിരിക്കും. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യും, ആ രാമേശ്വരം മുഴുവൻ കറങ്ങി നടന്ന് ഈ പത്രക്കെട്ടുകൾ വിതരണം ചെയ്യും. അപ്പോൾ ഇദ്ദേഹത്തിന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേ ഈ വായിക്കുന്ന പത്രത്തിൻ്റെ ബേസിസിൽ ആൾക്കാരെ തിരിച്ചറിയാനൊക്കെ സാധിക്കും. ആ ഒരു ലെവലിലേക്ക് APJ അബ്ദുൽ കലാം എത്തി. ഇദ്ദേഹം പത്രവും കൊണ്ട് ചെല്ലുന്നത് കാത്ത ആളുകൾ നിൽക്കും. അവരോട് ഫ്രണ്ട്ലി വേയിൽ 1-2 വാക്കുകളൊക്കെ പറയും, പോവും. Some would tell me to hurry back home so I would not be late for school. ചില ആൾക്കാർ പറയും എന്താണ്, പെട്ടെന്ന് തിരിച്ചു വയ്ക്കുമോ എന്നൊക്കെ പറയും. കാരണം എന്താണ്, സ്കൂളിലേക്ക് പോകാൻ ലേറ്റ് ആവണ്ട എന്ന് പറഞ്ഞ് നീ പെട്ടെന്ന് വയ്ക്കുമോ എന്നൊക്കെ പറഞ്ഞു വിടാനൊക്കെ ശ്രമിക്കും. പത്രം വാങ്ങിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു വിടാനൊക്കെ ശ്രമിക്കും. I think most people enjoyed being handed their papers by a cheerful 8-year-old. അപ്പോൾ APJ അബ്ദുൽ കലാം ഇന്നും ഓർത്തെടുക്കുന്നുണ്ട്. മിക്കുള്ള ആൾക്കാർക്ക് ഒരു സന്തോഷമായിരുന്നു. ഒരു ചെറിയ ഒരു പയ്യൻ, 8 വയസ്സുള്ള പയ്യൻ്റെ കയ്യിൽ നിന്ന് പത്രം വാങ്ങിച്ച് വായിക്കുക എന്ന് പറയുമ്പോൾ മിക്ക ആൾക്കാർക്കും ഒരു ചെറിയ എൻജോയ്മെൻറ്റ്, ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. Our town being on the east coast, by the time the walk was over at 8 a.m, the sun would be high up in the sky. Now I headed back home where my mother waited with breakfast. അപ്പോൾ APJ അബ്ദുൽ കലാമിൻ്റെ ടൗൺ എവിടെയാണ്? ഈസ്റ്റ് കോസ്റ്റിലാണ്. അതായത് ആ ഒരു കിഴക്കൻ തീരത്താണ്. അതുകൊണ്ട് കിഴക്കനല്ലോ സൂര്യൻ ഉദിക്കുന്നത്. അതുകൊണ്ട് 8 മണിയാകുമ്പോഴേ ഈ സൂര്യൻ നല്ല രീതിയിൽ ഉദിച്ച് മുകളിലേക്ക് എത്തിയിരിക്കും. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യും, ആ വീട്ടിലേക്ക് പോയി അവിടെ നിന്ന് മദർ കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കും. എ സിമ്പിൾ മീൽ വുഡ് ബി സെർവ്ഡ്, ബട്ട് how hungry I was, my mother made sure I had every morsel before sending me off to school. But my walk did not end there. അപ്പോൾ ഒരു ചെറിയ മീലാണ് കൊടുക്കുന്നത്, കുറച്ച് ആഹാരം മാത്രമാണ് കൊടുക്കുന്നതെങ്കിലും അതെല്ലാം പൂർണ്ണമായിട്ട് ഒരു മോർസൽ എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ചെറിയ കണിക പോലും ബാക്കിയില്ലാതെ കഴിക്കുമെന്ന് എന്ത് ചെയ്യും, അമ്മ ഉറപ്പുവരുത്തുകയും അതിനുശേഷമാണ് സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയും ചെയ്യുന്നത്. എന്നാൽ അവിടെയും APJ അബ്ദുൽ കലാമിൻ്റെ വർക്ക് തീരുന്നില്ല. In the evening after school was over, I would do the rounds of Samsuddin's customers again, collecting dues. Then I would meet him so that he could work out the accounts of the day. സ്കൂളിൽ നിന്ന് തിരിച്ച് വന്നിട്ട് എന്ത് ചെയ്യും, ആ ഷംസുദ്ദീൻ്റെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് വീണ്ടും പോകും. എന്നിട്ട് ആ പെൻഡിങ് ആയ കുടിശ്ശിക തുകയൊക്കെ കളക്ട് ചെയ്യും. എന്നിട്ട് തിരിച്ചു പോയി ഷംസുദ്ദീനെ കാണും. അപ്പോൾ ആ ദിവസത്തെ കണക്കെല്ലാം ഒതുക്കാമല്ലോ, അതിന് വേണ്ടിയിട്ട് പോയി കാണും. At that time, sitting somewhere near the sea, with a breeze blowing in, Jalaluddin or Samsuddin would finally open up the day's paper. All of us would pore over the black type of the Dinamani. One of them would read aloud the news items, and slowly the larger outside world would enter our consciousness. അപ്പോൾ എന്നിട്ട് കടൽ തീരത്ത് പോകുമ്പോൾ അവിടെ ജലാലുദ്ദീനോ ഷംസുദ്ദീനോ ഒക്കെ ആ ഒരു പത്രം വായിക്കുന്നുണ്ടായിരിക്കും. ആ പത്രം ദിനമണിയൊക്കെ എടുത്ത് വെച്ച് വായിക്കും. അപ്പോൾ ആ പത്രം വായിച്ച് കേൾക്കുന്നതിലൂടെ, പത്രം അവർ ഉറച്ചാണ് വായിക്കുന്നത്, അലൗഡായിട്ട് വലിയ സൗണ്ടിലാണ് അവർ വായിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ആ പത്രം വായിക്കുന്നത് കേൾക്കുന്നതിലൂടെ ആ പുറത്തെ ലോകങ്ങളുമായിട്ടുള്ള ഒരു കണക്ഷൻ APJ അബ്ദുൽ കലാം, അല്ലെങ്കിൽ അത് പുറത്തെ ലോകത്തെ പറ്റി ഒരു കോൺഷ്യസ്നെസ് APJ അബ്ദുൽ കലാമിൻ്റെ മനസ്സിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. ഗാന്ധിജിയെ പറ്റി, കോൺഗ്രസിനെ പറ്റി, ഹിറ്റ്ലറിനെ പറ്റി, പെരിയാറിനെ പറ്റി, EV രാമസ്വാമിയെ പറ്റിയൊക്കെ അവരുടെ വാക്കുകൾ, ദ വേർഡ്സ് വുഡ് ഹാങ് ഇൻ ദ ഈവനിങ് എയർ. അതൊക്കെ എന്ത് ചെയ്യും, അവരുടെ വാക്കുകൾ, അവർ പറഞ്ഞ കാര്യങ്ങൾ, അവരുടെ ചിന്തകളൊക്കെ ഇങ്ങനെ ആ ഒരു വായിച്ച് കേൾക്കുന്നതിലൂടെ APJ അബ്ദുൽ കലാമിൻ്റെ മനസ്സിലേക്ക് കയറും. I would trace the photos and words with my fingers, wondering what it must be like to be out there in the larger world with all of them. എന്നിട്ട് അവിടെ കാണുന്ന ആ ഒരു അക്ഷരങ്ങളിലൂടെ അല്ലെങ്കിൽ ഫോട്ടോകളിലൊക്കെ വിരലോടിക്കും. എന്നിട്ട് ചിന്തിക്കും, എന്താണ് ആ പുറത്ത് ആ വലിയ ലോകത്ത് എങ്ങനെയായിരിക്കും ഇതൊക്കെ കാണാൻ. Maybe I thought to myself, one day I would go to the big cities like Madras, Bombay and Calcutta. What would I say if I ever got to meet people like Gandhiji and Pandit Nehru? അപ്പോൾ എന്നിട്ട് അദ്ദേഹം തന്നെ ആലോചിക്കുകയാണ്, ഒരു ദിവസം ഞാൻ എന്ത് ചെയ്യും, വലിയ പട്ടണങ്ങളിലേക്ക്, ബോംബെ, മദ്രാസ്, കൽക്കട്ട മുതലായ വലിയ പട്ടണങ്ങളിലേക്ക് പോകുമെന്നും അവിടെ വെച്ച് ഗാന്ധിജിയോ പണ്ഡിറ്റ് നെഹ്റു ഒക്കെ കാണുകയാണെങ്കിൽ അവരോട് എന്ത് സംസാരിക്കും എന്നൊക്കെ നമ്മുടെ APJ അബ്ദുൽ കലാം ചിന്തിക്കുകയാണ്. ബട്ട് സച്ച് തോട്ട്സ് were soon interrupted by the calls of my playmates and then the call for dinner. പക്ഷേ ഈ ചിന്തിച്ചിരിക്കുന്ന സമയം അധികം കിട്ടത്തില്ല. അതിനു മുമ്പേ കൂട്ടുകാരൊക്കെ വന്നിട്ട് എന്ത് ചെയ്യും, അദ്ദേഹത്തിനെ കളിക്കാനൊക്കെ വിളിക്കും. അതിനുശേഷം ഡിന്നറിന് വേണ്ടിയിട്ട്, അത്താഴത്തിന് വേണ്ടിയിട്ടുള്ള വിളികളും വരും. There was homework to be done, and even an 8-year-old has only that much energy to spend. അപ്പോൾ അതിനുശേഷം ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ട്. ആകെ 8 വയസ്സുള്ളൊരു പയ്യനാണ്. ദിവസം അത്ര എനർജി മാത്രമേ അവന് സ്പെൻഡ് ചെയ്യാനായിട്ട് ബാക്കി കാണത്തുള്ളൂ. By 9 p.m. I would be fast asleep, as the next day more studies and the life of a working man lay in store.
അപ്പോൾ പറയുന്നുണ്ട് 9 മണിയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ കിടന്നുറങ്ങും. കാരണം പിറ്റേ ദിവസം രാവിലെ തന്നെ വീണ്ടും ജോലിയുണ്ട്, പഠിത്തവും. അതുപോലെ തന്നെ ഒരു വർക്കിംഗ് മാനാണ് എന്നാണ് APJ അബ്ദുൽ കലാം സ്വയം വന്ന് പറഞ്ഞത്. കാരണം 8 വയസ്സേ ഉള്ളൂവെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരാളാണ്. ദിസ് റൊട്ടീൻ കണ്ടിന്യൂഡ് ഫോർ അബൌട്ട് എ ഇയർ. In that 1 year of running around with the papers, I grew taller and browner. അപ്പോൾ ഇത് ഏകദേശം 1 വർഷത്തേക്ക് ഈ ജോലി മുന്നോട്ട് പോയി. അപ്പോൾ ഈ 1 വർഷം കൊണ്ട് തന്നെ പത്രം കൊണ്ട് ഓടി നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന് ആ ഒരു ടോളറായി, അദ്ദേഹത്തിന് ഉയരവും കൂടി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സ്കിൻ എന്തായി, ബ്രൗണറുമായി. I also learned that I could now judge quite accurately the distance I could cover at a sprint with a bundle of paper in my hand. ഇപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ആക്യുറേറ്റായിട്ട് കൃത്യമായിട്ട് എനിക്ക് കണക്ക് പറയാൻ പറ്റും. അതായത് ഒരു ബണ്ടിൽ പത്രവുമായിട്ട് ഞാൻ ഒരു സ്പ്രിൻറ്റ്, ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്താൽ ഏത് വരെ ചെന്ന് നിൽക്കാൻ പറ്റുമെന്ന് ആക്യുറേറ്റായിട്ട് എനിക്കിപ്പോൾ പറയാൻ സാധിക്കുന്നുണ്ട്. കാരണം എക്സ്പീരിയൻസ് ആയി, 1 വർഷമായി. Hence I could time my arrival at various localities at the same time every day. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കൃത്യനിഷ്ഠത, എത്ര മണിക്ക് എവിടെ എത്തും, എത്ര മണിക്ക് എവിടെ പത്രം കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ളൊരു കൃത്യനിഷ്ഠത APJ അബ്ദുൽ കലാമിൻ്റെ മനസ്സിലേക്ക് വന്നു. ആ ഒരു കാൽക്കുലേഷൻസ് ഒക്കെ വന്നു. I could calculate in my head the amount owed to Shamsuddin by each of his subscribers and could reel off the names of those who had not paid up that day. അതുപോലെ തന്നെ ആ ശംസുദ്ദീൻ്റെ കയ്യിലേക്ക്, അല്ലെങ്കിൽ ശംസുദ്ദീൻ എത്ര രൂപ കൊടുക്കാനുണ്ട്, ഏതൊക്കെ കസ്റ്റമേഴ്സ് എത്ര രൂപ കൊടുക്കാനുണ്ടെന്നും, അതുപോലെ ഏതൊക്കെ കസ്റ്റമേഴ്സ് പേ ചെയ്തിട്ടില്ല, പൈസ കൊടുത്തിട്ടില്ല എന്നും ഒക്കെ APJ അബ്ദുൽ കലാമിന് ഇപ്പോൾ കൃത്യമായിട്ട് മനസ്സിൽ ആ ഒരു വരുന്നുണ്ട്, ആ കാൽക്കുലേറ്റ് ചെയ്ത് എത്തിക്കാൻ പറ്റുന്നുണ്ട്. Mostly I learned that to be a working man meant you had to be up and ready to face the day whatever else may happen to you. അപ്പോൾ അതിന് പുറമെ ഒരു വർക്കിംഗ് മാൻ ആവണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ആ ഒരു ദിവസം വരുന്ന എന്ത് ഫേസ് ചെയ്യാനുള്ള ഒരു ശക്തിയും വേണം. അതുപോലെ തന്നെ എന്ത് സംഭവിച്ചാലും അത് നേടിയെടുക്കുക, അല്ലെങ്കിൽ ആ ജോലി ചെയ്യുക എന്നുള്ളൊരു ഊർജ്ജവും വേണം. Homework, tuition, prayers, all carried on, but the Madras Dhanishkodi mail would not wait for me. I had to be present at the station at the correct time and at the correct point to collect the bundles as they came flying in. ഹോംവർക്കുണ്ട്, ട്യൂഷനുണ്ട്, പ്രാർത്ഥന, പ്രേയേഴ്സുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യണം. പക്ഷേ മദ്രാസ് ധനുഷ്കോടി മെയിൽ എക്സ്പ്രസ് എന്ത് ചെയ്യില്ല, എനിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യില്ല. ഞാൻ ആ കൃത്യസമയത്ത് ആ കൃത്യ സ്റ്റേഷനിൽ കൃത്യം പോയിൻ്റ് ചെന്ന് നിന്നാലേ ആ പത്രം പറന്ന് വന്ന് വീഴുന്നത് എനിക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഇറ്റ് വാസ് മൈ ഫസ്റ്റ് ബ്രഷ് വിത്ത് taking up a responsibility and seeing to it that I kept my word to my cousin Shamsuddin no matter what. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഉള്ളിലേക്ക് വന്ന ആദ്യ സെൻസ് ഓഫ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ പത്ര കളക്ഷനാണ്. അപ്പോൾ അതുപോലെ തന്നെ ആ APJ അബ്ദുൽ കലാം ശംസുദ്ദീന് കൊടുത്ത ആ ഒരു വാക്ക്, അത് എന്ത് സംഭവിച്ചാലും തെറ്റാനും അദ്ദേഹം അനുവദിച്ചിട്ടില്ല. It was also the most enjoyable time and I loved every moment of it. Often notwithstanding the intense tiredness every night. അദ്ദേഹം പറയുന്നുണ്ടെന്നാണ്, അതിനകത്തെ എല്ലാ മൊമെൻറ്റും അദ്ദേഹം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എവറി മൊമെൻറ്റും അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലവ് ചെയ്തിട്ടുണ്ടായിരുന്നു. മറന്നുകൊണ്ടല്ല, ഈ ഒരു രാത്രിയൊക്കെ വളരെ ക്ഷീണമുള്ള രാത്രികളായിരുന്നു, ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഒന്ന് കിടന്നുറങ്ങുമ്പോഴൊന്നും മറന്നു നിന്നിട്ടല്ല APJ അബ്ദുൽ കലാം പറയുന്നത്. അത്രയും ക്ഷീണം ഉണ്ടായിരുന്നുവെങ്കിലും അതൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. My mother often fretted at my taking up this additional work and told it was taking on me, but I shook my head and smiled at her, knowing that my earnings were somehow helping us all. അപ്പോൾ അമ്മ പലപ്പോഴും ഇതൊക്കെ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും, ഈ ഒരു കൊച്ചുകുട്ടിയല്ലേ, അവനടുത്ത് ഇത്രയും വർക്ക് ചെയ്യേണ്ട എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും APJ അബ്ദുൽ കലാം ചിരിച്ചുകൊണ്ട് എന്ത് ചെയ്യത്തില്ല, സമ്മതിക്കുന്നില്ല, വർക്കിന് പോകും. കാരണം APJ അബ്ദുൽ കലാമിന് അറിയാം, knowing that my earning were somehow helping us all, and that she was secretly proud of me having taken on the role of a working man at the age of 8, kept me going with a smile on my face, a working man at the age of 8. കാരണം അറിയാം എന്താണ്, ഈ ഒരു പൈസ തൻ്റെ ഫാമിലിയെ ഒരുപാട് വലിയ രീതിയിൽ ആ ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഈ ഒരു കഷ്ടകാലത്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് APJ അബ്ദുൽ കലാമിന് അറിയാം. അതുമാത്രമല്ല, തൻ്റെ അമ്മയ്ക്ക് ഈ ഒരു 8 വയസ്സുള്ള പയ്യൻ, തൻ്റെ മകൻ ജോലിക്ക് പോയി ആ ഒരു വർക്കിംഗ് മാനായിട്ട് മാറി കുടുംബത്തിന് വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ വല്ലാത്ത അഭിമാനമുണ്ടെന്നും ആർക്കറിയാം, APJ അബ്ദുൽ കലാമിനറിയാം. അതുകൊണ്ട് തന്നെ APJ അബ്ദുൽ കലാം എന്ത് ചെയ്യും, ചിരിച്ചുകൊണ്ട് തന്നെ ആ ജോലിക്ക് വേണ്ടി പോകും. എ വർക്കിംഗ് മാൻ അറ്റ് ദ ഏജ് ഓഫ് 8, 8ാമത്തെ വയസ്സിൽ തന്നെ ഒരു വർക്കിംഗ് മാനായ ആ ഒരു സന്തോഷത്തോടു കൂടി. അപ്പോൾ ഇതാണ് നമ്മുടെ ചാപ്റ്റർ. താങ്ക് യു.